രുചി കൊണ്ട് ലോകം കീഴടക്കിയ സ്വിസ് ചോക്ലേറ്റുകളിൽ ഒന്നാം സ്ഥാനം ലിൻഡ ചോക്ലേറ്റുകൾക്കായിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വിറ്റ്സർലൻഡിലെ സുറക് നദിയുടെ തീരത്ത് പണിതുയർത്തിയ ഫാക്ടറിയോട് ചേർന്നാണ് ലിൻഡിൻ്റെ ഏറ്റവും വലിയ കടയും മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത്. ലിൻ ചോക്ലേറ്റിൻ്റെ കഥയുമായി എത്തുകയാണ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് മധു കൊട്ടാരക്കര. 1847 സ്വിറ്റ്സർലൻഡിലെ സൂറക് നദിയുടെ തീരത്ത് ഡേവിഡ് സ്പ്രിംഗ്ലിയും മകൻ റുഡോൾഫും കൂടി അവരുടെ ബേക്കറിയിലെ ആവശ്യത്തിനായി ഒരു ചോക്ലേറ്റ് നിർമ്മിക്കുന്നതോടുകൂടി ഈ ചോക്ലേറ്റിന്റെ ജൈത്രയാത്ര ആരംഭിക്കുകയാണ്. പിന്നീട് 1899 റോഡ് ലിൻഡ് ആൻഡ് സൺസുമായിട്ട് കൈകോർക്കുന്നതോടുകൂടി ലിൻ സ്പ്രിംഗ്ലി ചോക്ലേറ്റ് ഫാക്ടറിയുടെ തുടക്കമാകുകയാണ്. പ്രതിവർഷം $6 ബില്യൺ ചോക്ലേറ്റ് ആണ് ലിൻ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് വിറ്റഴിക്കപ്പെടുന്നത്. ഏതാണ്ട് 15,000-ഓളം തൊഴിലാളികളാണ് നമ്മളെ തേടിയെത്തുന്ന ലിൻ ചോക്ലേറ്റിന്റെ പിന്നിൽ രാപ്പകൽ പണിയെടുക്കുന്നത്. ചോക്ലേറ്റിന്റെ ചരിത്രം നമ്മൾ തേടിപ്പോവുകയാണെങ്കിൽ 5000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സെൻട്രൽ അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലെത്തി ചോക്ലേറ്റ് രുചി കൊണ്ട് യൂറോപ്പിനെ കീഴടക്കി എന്നാണ് ചരിത്രം പറയുന്നത്. ആഗോളതലത്തിലുള്ള ചോക്ലേറ്റ് ഉൽപാദനത്തിൽ 2 ലക്ഷം മെട്രിക് ടൺ ചോക്ലേറ്റ് ആണ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. Yeah, if I can. The caramel one. You get at the end of the month, or you get at the end. ചോക്ലേറ്റിന്റെ രുചിയുടെ ലോകമായ സ്വിറ്റ്സർലൻഡിലെ സൂറക്കിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. മധു കൊട്ടാരക്കരയാണ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. മധു ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലാണ്. അവിടെ നിന്ന് ചില വാർത്തകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.